കൊച്ചി അളമക്കരയിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സംസ്കാരം പോലീസും നഗരസഭയും ചേർന്ന് നടത്തി. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരുമെത്താത്തതിനാൽ പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തി. ആരുമുണ്ടാകാതിരുന്നില്ല. പോലീസും നഗരസഭാ കൗൺസിലർമാരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും ചേർന്നാണ് വിട നൽകിയത്. പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലെത്തിച്ച മൃതദേഹത്തിൽ പോലീസുകാരും നഗരസഭാ കൗൺസിലർമാരും പൂക്കളർപ്പിച്ചു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വിതുമ്പി. ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരുമുണ്ട്. നഗരസഭ, പൊതുപ്രവർത്തകർ, പോലീസ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ്. കരയാൻ പോലും ഞാൻ വിചാരിച്ച ഒരു അമ്മ ഇവിടെ കരയാനെത്തി. എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല, നമ്മൾ അറിയിച്ച പോലല്ല. പക്ഷെ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത്. ഈ കുഞ്ഞിനെ കണ്ടീനപ്പോ ഇത്ര നാളത്തെ ഒരു ഇതുപോലെയല്ല ഇപ്പൊ കണ്ടത്. അത് നമ്മളെ കൈവെള്ളിലും ചിരിക്കുന്ന ഒരു കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കൊച്ചുപെട്ടിയിൽ തണുപ്പേറ്റ് ചേതനേറ്റുകിടന്ന കുഞ്ഞു ശരീരത്തിനൊപ്പം പോലീസുകാർ വാങ്ങിയ കളിപ്പാട്ടവും വെച്ചാണ് യാത്രയാക്കിയത്. ഡിസംബർ 3-നാണ് 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മാതാവ് അശ്വതിയും സുഹൃത്ത് ഷാനിഫും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇരുവരും അഴിക്കുള്ളിലാണ്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഏറ്റുവാങ്ങാൻ കുഞ്ഞിന്റെ പിതാവും വിസമ്മതിച്ചതോടെയാണ് പോലീസ് മുൻകൈയെടുത്ത് സംസ്കാരം നടത്തിയത്. 24 കൊച്ചി. സമാനതകളില്ലാത്ത വലിയ പീഡനം ആ കുഞ്ഞ് ഏറ്റുവാങ്ങിയിരുന്നു. മുട്ടിൽ തലയിടിച്ചാണ് കൊന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നതാണ്. മാത്രമല്ല, കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാനോ സംസ്കരിക്കാനോ അവസാനമായ ഒരു അന്ത്യയാത്ര നൽകാനോ ആരും ഉണ്ടായില്ല. പോലീസുകാർ അത് ചെയ്തു. മാത്രമല്ല, ഒരു പോലീസുകാരൻ്റെ കയ്യിൽ കുഞ്ഞിന് വേണ്ടി വാങ്ങിയൊരു കിലുക്കി ഉണ്ട്. അത് വലിയ സങ്കടമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമായത് മനസ്സിൽ നിന്ന് മാറാത്ത വിങ്ങലായി മലയാളിയുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും ആ ദൃശ്യം.